friends, I am Aswathy and welcome back to my channel. In this video, I am 2021 8 easy health resolutions. This is our physical health and mental health equally important. 2020 I realized that mental health is equally important to physical health. In 2020 I social media wise stress and that's why I have physical problems. That's why I share video because I want you all to realize that give importance to mental health because that's direct association physical health. So keep on watching this video and you will habit definitely incorporate in your life. 2020 my favorite item in the Xiaomi fitness band number 5 latest model 150 dirhaminana njan idu vaangichadu India 2300 rupees koduthu fitness band namukku kittum valare basic aayittulla fitness band aanu valare kayil odingi irikkunna fitness band aanu ee fitness band vechittane ende 72 kgs ulla njan 64 vare ettiyadu ee fitness band nu njan 50% credit kodukkum kaaranam idu nammal kayil ubhayikkunnathu watch poleyanu nammal eppozhum സമയം നോക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ എത്രത്തോളം സ്റ്റെപ്സ് നടന്നു അതും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സോ ഒരു 10000 സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹൈലി മോട്ടിവേറ്റ് ചെയ്തത് എൻ്റെ ഫിറ്റ്നസ് ബാൻഡ് ആണ് സോ ഡെഫിനറ്റ്ലി നിങ്ങളും ഒരു വെയിറ്റ് ലോസ് ജേർണിയിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ജേർണി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒക്കെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ഫിറ്റ്നസ് ബാൻഡ് ട്രാക്കിംഗ് സിസ്റ്റം വാങ്ങിച്ചിട്ടാണ് നമുക്കിത് സ്റ്റെപ്സ് കൗണ്ട് മാത്രമല്ല കാലറി കൗണ്ട് എത്ര ലൂസായി നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതറിയാൻ പറ്റും ബ്രീതിങ് പാറ്റേൺ സ്ട്രെസ് ലെവൽ period tracking idellam ee oru fitness band il available aanu 20 ഞാൻ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് എല്ലാം ഉപയോഗിക്കല് നിർത്തിയിട്ട് ഹെൽത്തി ഫാറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിൽ സാലഡ്സ് റോ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിൽ ഞാൻ ഉപയോഗിക്കും സെക്കൻഡ്ലി കോക്കനട്ട് ഓയിൽ ഞാൻ എൻ്റെ റെഗുലർ ആയിട്ടുള്ള കേരള ഫുഡ്സ് സൗത്ത് ഇന്ത്യൻ ഫുഡ്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ് കോക്കനട്ട് ഓയിലിൻ്റെ ബ്രാൻഡ് ഞാൻ KLF ആണ് യൂസ് ചെയ്യുന്നത് മെയിൻലി അത് എൻ്റെ നാട്ടിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് ഇരിഞ്ഞാലക്കുടയിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് അതുകൊണ്ടാണ് ഞാൻ KLF ഉപയോഗിക്കുന്നത് അതല്ലാതെ എനിക്ക് കോക്കനട്ട് ഓയിലിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ് പിന്നെ ഞാൻ ടെമ്പറിങ് ചെയ്യുന്നത് മോസ്റ്റ്ലി പ്യുവർ കൗ ഗീ വെച്ചിട്ടാണ് കാരണം കൗ ഗീനെ അധികം നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് നല്ലതല്ലാത്തത് കൊണ്ട് ഞാൻ ഇമീഡിയറ്റ് ടെമ്പറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും പിന്നെ ചൈനീസ് കുക്കിങ്ങിനൊക്കെ ഞാൻ സെസ്മി ഓയിലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ വിൻറ്റേഴ്സിനൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും സോ ഓപ്പൺ മൗത്ത് ആയിട്ടുള്ള ഇങ്ങനത്തെ ഐക്കിന്ന് വാങ്ങിച്ചിട്ട് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് സോ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ റെഗുലർ ഡെയിലി കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെൽത്തി ഓയിൽസ് അടുത്ത ഹെൽത്തി ഫാറ്റ്സ് കിട്ടുന്നത് സീഡ്സ് ആണ് സീഡ് സൈക്ലിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം സീഡ് സൈക്ലിംഗ് ഹോർമോണൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ് ഞാൻ സീഡ്സ് ജനറലി എവറി ഡേ ഒരു ടീസ്പൂൺ സീഡ്സ് എങ്ങനെയെങ്കിലും ഞാൻ കഴിക്കും സോ ഫെനുഗ്രീക്ക് ആയിക്കോട്ടെ ബ്ലാക്ക് സെസ്മി സീഡ്സ് ഞാൻ ചൈനീസ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ ബ്ലാക്ക് സെസ്മി സീഡ്സ് ഒരു ടീസ്പൂൺ ഞാൻ ഇടും അതേപോലെ തന്നെ ചിയ സീഡ്സ് ഞാൻ വെള്ളത്തിലിട്ട് കുടിക്കാറുണ്ട് ഇതെല്ലാം ഞാൻ സീഡ്സ് ഓരോ സമയത്ത് കഴിക്കുന്നതല്ല എല്ലാ ദിവസവും വേറെ വേറെ ആയിട്ട് കഴിക്കും സോ ദാറ്റ് നമ്മുടെ ബോഡി അത് യൂസ് ടു ആവാനും പാടില്ല കാരണം ഈ സീഡ്സ് ആണ് വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സീഡ്സ് ഇത് നമ്മുടെ സബ്ജ സീഡ്സ് ആണ് വളരെ ബോഡി കൂളിംഗ് ആക്കാനായിട്ട് നല്ലതാണ് സോ സീസണൽ വൈസ് നമുക്ക് സീഡ്സ് കഴിക്കാൻ പറ്റും ഇത് ഫ്ലാക്സ് സീഡ്സ് ആണ് ഇത് ഫ്ലാക്സ് സീഡ്സ് വളരെയധികം നല്ലതാണ് ഒരു വിമൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇതൊക്കെയാണ് സീഡ്സ് ഞാൻ ആസ് എ ഹെൽത്തി ഫാറ്റ് കഴിക്കുന്നത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ മെൻ്റൽ സ്ട്രെസ്സ് നമ്മുടെ ബോഡിയിലെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫേസിൻ്റെ ചിൻ ഏരിയയിൽ കുറേ ആക്നി ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ആ ആക്നീസ് ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഹോർമോണലൊക്കെ ബാലൻസായി വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ മാർക്സ് പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ ക്ലിനിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു സെൻറ്റൈവ്സ് എന്ന ബ്രാൻഡിലെ ഒരു എക്സ്ഫോലിയേഷൻ സ്ക്രബാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആക്നി ഉള്ള സമയത്തും ഒരു തരത്തിലുള്ള കെമിക്കൽ ഞാൻ എൻ്റെ ഫേസിൽ ഉപയോഗിക്കാറില്ലായിരുന്നു ഇപ്പോഴാണ് ഒരു ആക്നിയൊക്കെ മാറിയപ്പോഴാണ് ഞാൻ ഈ ഒരു സെൻറ്റൈവ്സിൻ്റെ സ്ക്രബ് ഫേസിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുന്നത് റിസൾട്ട് എന്ന് പറയാൻ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ആ ബ്ലെമിഷും ആ സ്കാറൊക്കെ എൻ്റെ ഫേസിൽ ഉണ്ട് പക്ഷേ ഇത്തിരി ആയിട്ട് പോകുന്നത് എനിക്ക് ഫീൽ ചെയ്യും ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ വർക്ക് ലെറ്റ്സ് സീ
2020 ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമായിരുന്നു, എൻ്റെ ഡയറ്റിൽ അധികം പുളിയുള്ള വസ്തുക്കൾ ഞാനൊന്നും കഴിക്കില്ലായിരുന്നു. അധികവും കഴിക്കുന്നത് തൈര് മാത്രമായിരുന്നു. സോ ഇപ്രാവശ്യം ഞാൻ എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പുളിയുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം എന്നതാണ്. സോ ഫ്രൂട്ട്സിൽ മെയിൻലി ഞാൻ കഴിക്കുന്നത് ഓറഞ്ചസ്, ഗ്രേപ്പ് ഫ്രൂട്ട്, ഗൂസ്ബെറീസ് എന്നൊക്കെയാണ്. ഞാൻ ഡെയിലി എന്തെങ്കിലും ഒരെണ്ണം ഞാൻ എന്തായാലും കഴിക്കാറുണ്ട്. ഞാൻ മാക്സിമം സമയം ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്, രാവിലെ അലാം അടിച്ച ഉടനെ തന്നെ എണീറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ അധികം ഗിൽട്ടി ഫീൽ ചെയ്തിട്ടാണ് എൻ്റെ രാവിലെ പോകുന്നത്. ഒരു 5 o'clock അലാം വെച്ചു, പക്ഷേ ഞാൻ 5:30, 6 o'clock ഞാൻ എണീറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഗിൽട്ടിയാണ് ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ ഈ 2021 ഞാൻ ടേക്ക് ഇറ്റ് ഈസി പോളിസിയാണ് വെച്ചിട്ടുള്ളത്. അലാം ക്ലോക്ക് അടിച്ചിട്ടും എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബോഡി ടയേർഡ് ആണെങ്കിൽ ഐ വിൽ ഗോ ബാക്ക് ടു സ്ലീപ്പ് വിതൗട്ട് ഫീലിംഗ് ഗിൽട്ടി എന്ന റെസൊല്യൂഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സത്യം പറയട്ടെ, 2021 ആയിട്ട് ഞാൻ ആകെ ഒരു ദിവസം മാത്രമാണ് നോ വൈഫൈ ഡേ എടുത്തത്. അതും എനിക്ക് കുറച്ച് കോൾഡുള്ളൊരു ദിവസമായിരുന്നു. സോ എനിക്ക് റെസ്റ്റ് എടുക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഞാൻ വൈഫൈ ബട്ടൺ അൺപ്ലഗ് ചെയ്തിട്ട് ഇട്ടിരുന്നത്. പക്ഷെ ആ ദിവസം എനിക്ക് മനസ്സിലായി, വല്ലാത്തൊരു കഷ്ടമുള്ള സിറ്റുവേഷനിലാണ് ഞാൻ. വൈഫൈയിൽ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, ഉണ്ടെങ്കിലും ആങ്സൈറ്റി ഉണ്ട്. സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ കോൺസ്റ്റന്റ്ലി എന്നെ കമ്പയർ ചെയ്യും, എൻ്റെ ലൈഫിനെ കമ്പയർ ചെയ്യും. ആൾക്കാർ ട്രാവൽ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുടെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിനെ കമ്പയർ ചെയ്യും, എനിക്കും അവിടെ ട്രാവൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കോൺസ്റ്റന്റ് കമ്പാരിസൺ ആണ് നടത്തുന്നത്. വൈഫൈ ഇല്ലെങ്കിൽ അയ്യോ ആരാണ് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആരാണ് അപ്ഡേറ്റ് ചെയ്തത്, മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് അതെനിക്ക് കോൺസ്റ്റന്റ്ലി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ആങ്സൈറ്റി ഉണ്ട്. സോ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ നോ വൈഫൈ ഡേ കൂടുതലായിട്ട് എടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ബ്രെയിനിനെ കുറച്ചും കൂടി നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം, ഈ ഒരു വൈഫൈ ഇല്ലാതെയും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നത്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമ്മൾ ജീവിക്കുന്നത് ഒരു കൺസ്യൂമർ സൊസൈറ്റിയിലാണ്. എല്ലാം മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ്, കോണ്ടന്റ് ക്രിയേറ്റർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നൊരു കാര്യമാണ്, ഇത് വാങ്ങിക്കൂ നിങ്ങളുടെ ജീവിതം മാറ്റിമറിയും എന്നതൊക്കെ. നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ്, ഫുഡ്, ക്ലോതിങ്, ഷെൽട്ടർ ആൻഡ് എഡ്യൂക്കേഷൻ, ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ലക്ഷറീസ് ആണ്. ആപ്പിൾ വാച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാവും, അല്ലെങ്കിൽ കിൻഡിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാവും. ഇതൊക്കെ നമ്മുടെ ഹാപ്പിനെസ്, നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അസോസിയേറ്റ് ചെയ്യുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇപ്പോഴാണ് റിയലൈസ് ആവുന്നത്, ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. ഞാൻ 2021 എടുത്തൊരു റെസൊല്യൂഷനാണ് ഡീക്ലട്ടറിങ് അല്ലെങ്കിൽ മിനിമലിസം. ഇംഗ്ലീഷിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ടേമാണ് മിനിമലിസം. പക്ഷെ പണ്ട് നമ്മളെ സംസ്കൃതത്തിൽ ഇതുണ്ട്, അപാരിഗ്രഹ, നോൺ പൊസഷൻ. ഞാൻ വളരെ റീസെൻ്റ്ലിയാണ് എൻ്റെ യോഗ സർട്ടിഫിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അവിടെ പോയപ്പോൾ പഠിച്ചൊരു കാര്യമാണ്, ഫ്രൂട്ട്സ് ആസ് എ മീൽ കഴിക്കണം, അല്ലാതെ ലഞ്ചിൻ്റെ കൂടെ കഴിക്കുക ഡെസേർട്ടായിട്ട്, അല്ലെങ്കിൽ ഡിന്നറിൻ്റെ കൂടെ ഡെസേർട്ടായിട്ട് കഴിക്കുക, അങ്ങനെ അല്ല. ഫ്രൂട്ട്സ് എനിക്ക് പറ്റിയൊരു സമയം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഞാൻ വാങ്ങിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. യെസ്, ഞാൻ പോഹ, ഉപ്മ, ദോശ, ഇഡ്ലി ഇതൊക്കെയും കഴിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ലഞ്ച് ആൻഡ് ഡിന്നറിനാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫ്രൂട്ട്സ് ആണ്. ഇതിന് മേജർ ആയിട്ടുള്ള റീസൺ ഉണ്ട്. നമ്മൾ ലഞ്ചിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിലും ഡിന്നറിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിലും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ വളരെ പെട്ടെന്ന് തന്നെ സ്പൈക്ക് ആവും. അങ്ങനെ കുറേ നാൾ നമ്മൾ സ്പൈക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഡയബറ്റീസ് എന്ന ഡിസീസ് വരുന്നത്. ഡെഫിനറ്റ്ലി എനിക്ക് ഈ ഒരു 2020 ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ 2021 കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട് ആസ് എ മീൽ എന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാബിറ്റ് ഡെഫിനറ്റ്ലി നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ.